ഹായ് ഹലോ ഫ്രണ്ട്സ്, ജെ.കെ സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഇവിടെ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെ 14 സോളാർ മോഡ്യൂൾസ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു റിസോർട്ടിന് മുകളിൽ ഇവിടുത്തെ കംപ്ലീറ്റ് ലൈറ്റ് ലോഡുകൾ, അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ AC പോലത്തെ ഹെവി ലോഡുകൾ ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു 10 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ടൈം അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പവർ സപ്ലൈ കിട്ടാനായിട്ട് KSEB ലൈനിലുള്ള സപ്ലൈ വേരിയേഷൻസിനെ ഒന്നും ബാധിക്കാതെ, ഇപ്പോൾ ശക്തമായ കാറ്റും മഴയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സപ്ലൈ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ ഉപയോഗപ്രദമാണ്. ഇപ്പോൾ നമുക്ക് റിസോർട്ടാകുമ്പോൾ ഗസ്റ്റൊക്കെ ഉള്ള സമയത്ത് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പവർ സപ്ലൈ നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ ഉപയോഗപ്രദമാണ്. പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാകുമ്പോൾ നമുക്ക് ബാറ്ററി വെള്ളം റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ അത് റീചാർജ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയൊരു തലവേദനയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എല്ലാ രീതിയിലുള്ള ലോഡുകളും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു 10 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് ഇപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏകദേശം 20 കിലോവാട്ടാണ് കണക്ട് ലോഡ് വരുന്നത്. നമ്മളിവിടെ 10 കിലോവാട്ടാണ് സോളാർ ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 8 കിലോവാട്ടോളം സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഹെവി ലോഡുകൾ ഉൾപ്പെടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത്. നമുക്ക് പലപ്പോഴും സോളാർ പാനൽസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്തോളും. പവർ ലോസ് വളരെ കുറവാണ്. പിന്നെ നമുക്ക് പവർ സപ്ലൈക്കൊക്കെ ഇൻട്രപ്ഷൻ ഉള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് ഇപ്പം വോൾട്ടേജ് വേരിയേഷൻസ്, അതുപോലെ തന്നെ പവർ കട്ട്സ് ഒക്കെ അടിക്കടിയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഈ സൈറ്റിൻ്റെ ഒരു എക്സാക്റ്റ് രീതി വരുന്ന ഈ രീതിയിലാണ്. നല്ല ഹൈറ്റാണ്, നമുക്ക് വലിയൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഈ രീതിയിൽ സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. നമുക്ക് ഭാവിയിലേക്ക് മുകളിലേക്ക് വീണ്ടും റോകൾ ആഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഈ രീതിയിൽ വളരെ ഹൈറ്റിലാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. നല്ല വിൻഡിലോടൊക്കെ പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള മാനുഫാക്ചർ ഹോളിൽ കൂടെ തന്നെ ജെ ബോൾട്ട് ഉപയോഗിച്ചുകൊണ്ട് SS സ്റ്റെയിൻലെസ് സ്റ്റീൽ ജെ ബോൾട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3.5 പ്രൊഫൈൽ വരുന്ന പൈപ്പുകളാണ് സ്ട്രക്ചർ വർക്കിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് വിൻഡ് ലോഡ് കൂടെ കണക്കാക്കേണ്ടതുണ്ട് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. നമുക്ക് അതിന് കുറച്ച് എക്സ്ട്രാ എമൗണ്ട് ആയാലും അതൊരു പെർമനൻറ്റ് ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ പെർമനൻറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഡെയിലി നമുക്ക് 20 യൂണിറ്റിന് മുകളിൽ ആവറേജ് പ്രൊഡക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സിസ്റ്റത്തിൽ നിന്ന്. നല്ല വെയിലുണ്ട്. നമുക്ക് വളരെ ഏർലി മോർണിംഗ് മുതൽ വൈകുന്നേരം ഒരു 6 മണി വരെയൊക്കെ ചെറിയ ലൈറ്റ് ആണെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. യാതൊരു തരത്തിലും തണൽ വരാൻ സാധ്യതയില്ല. പിന്നെ മരങ്ങൾ നിറഞ്ഞ ഉൾപ്രദേശമൊക്കെ ആയതുകൊണ്ട് പൊടിയുടെ ശല്യവും വളരെ കുറവാണ്. വല്ലപ്പോഴൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്തോളൂ. ഇവിടെ ഇതൊരു റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡെക്കറേറ്റീവ് ലൈറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഫാനുകൾ നമുക്ക് ഏകദേശം ഒരു 20-ന് മുകളിൽ ഫാനുകളുണ്ട്. പിന്നെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഇവിടെ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ 1-2 പമ്പുകൾ വേറെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ വാഷിംഗ് മെഷീന് കിച്ചണിൽ ഫുൾ ടൈം യൂസ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ലൈറ്റ് ലോഡുകളെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ മിക്സി അങ്ങനെയുള്ള ചെറിയ ഡിവൈസുകൾ 1.5 ടണ്ണിൻ്റെ AC 2 നമ്മളിതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുവെ ഗീസറുകൾ, അതായത് വെള്ളം ചൂടാക്കുന്ന ഇലക്ട്രിക് ഗീസറുകൾ നമ്മൾ പൊതുവെ ഓഫ് ഗ്രിഡ് സിസ്റ്റംസിൽ 10 കിലോവാട്ട് വരെ ഉള്ളതിൽ കൊടുക്കാറില്ല. കാരണം പൊതുവെ രാത്രി സമയങ്ങളിലാണ് ഗീസറുകൾ ഉപയോഗിക്കുന്നത്. 3000 വാട്ട്സ് കണ്ടിന്യൂസ് ലോഡൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മറ്റു ലോഡുകളിലേക്കുള്ള ബാക്കപ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഗീസറുകൾ നമ്മൾ ഓഫ് ഗ്രിഡ് സിസ്റ്റംസിൽ 10 കിലോവാട്ട് വരെയുള്ള സിസ്റ്റംസിൽ കൊടുക്കുന്നത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ രീതിയിലാണ് നമ്മൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ബാറ്ററി പാക്കാണ് വരുന്നത്. 60 വോൾട്ടിൻ്റെ 2 പാക്കുകളാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. മൊത്തം 120 വോൾട്ട് ബാറ്ററി പാക്കാണ് വരുന്നത്. സിസ്റ്റത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു 125 ആംസിൻ്റെ MCB കൊടുത്തിട്ടുണ്ട്. ഇവിടെ 10 kVയുടെ വൈഫൈ കമ്മ്യൂണിക്കേഷൻ ഇനേബിൾ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഉള്ളത്. ഹൈബ്രിഡ് സിസ്റ്റമാണ്, 10 kVA സിസ്റ്റം. നമുക്ക് നിലവിൽ 5 കിലോവാട്ടിന് മുകളിൽ ഹൈബ്രിഡ് പ്രാക്ടിക്കലി ഉപയോഗിക്കാൻ പറ്റില്ല, KSEB റൂൾസ് പാലിച്ചുകൊണ്ട്. ഇതിൽ കമ്പനി പറയുന്ന പ്രകാരം 10,000 വാട്ട്സ് സോളാർ പാനൽസ് കണക്ട് ചെയ്യാം. അതായത് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് 8 പാനൽസ് നമുക്ക് സീരീസ് ചെയ്ത് 2 സ്ട്രിങ്ങുകൾ വരെ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ പകൽ സമയത്ത് നമ്മുടെ യൂസേജ് അനുസരിച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുകയും ചൂസ് ചെയ്യുകയും ചെയ്യേണ്ടത്. ഇവിടെ നമ്മളിപ്പോൾ നിലവിൽ 590 വാട്ട്സിൻ്റെ ടോപ്പ് കോൺ ടെക്നോളജിയിൽ വരുന്ന 14 സോളാർ മോഡ്യൂൾസാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 2 DC സ്ട്രിങ്ങുകളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ SPD കണക്ട് ചെയ്തിട്ടുണ്ട്. ഹാവൽസിൻ്റെ MCBകൾ, മേഴ്സൺ ഫ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 7 പാനൽസിൻ്റെ 2 സ്ട്രിങ്ങുകളാണ് വരുന്നത്. ഇവിടെ വന്ന് പാരൽ ചെയ്ത ശേഷം നമ്മൾ ഇൻവെർട്ടറിൻ്റെ ബാക്ക് സൈഡിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് AC ഔട്ട് ഇവിടെ പോകുന്നുണ്ട്. ഇൻവെർട്ടറിൽ നിന്ന് AC ഔട്ട് അവരാണ് KSEB ഇൻ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ SPD കൊടുത്തിട്ടുണ്ട്. 40 ആംസിൻ്റെ MCBകൾ കൊടുത്തിരിക്കുന്നതാണ്. ഡെയിലി 20 മുതൽ 30 യൂണിറ്റ് വരെ പ്രൊഡക്ഷനുള്ള ഈ സിസ്റ്റത്തിൽ നമുക്ക് 12 യൂണിറ്റോളം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം. അതായത് ഏകദേശം 1 ടൺ ഇൻവെർട്ടർ ACകൾ 2 വരെ രാത്രിയിൽ ബാക്കപ്പിൽ നമുക്ക് ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം. പകൽ സമയത്ത് 3 ACകൾ വരെയും ഈസി ആയിട്ട് ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡിവൈസാണ്. ഏകദേശം 3 അടിയോളം ഹൈറ്റ് വരുന്നുണ്ട്.
താഴെ വീലുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് നിരക്ക് നീക്കാം. ബാറ്ററി ഏകദേശം 100 കിലോയോളം വെയിറ്റ് വരുന്നുണ്ട് 2 ബാക്ക് കൂടെ ചേർത്ത്. അതുകൊണ്ട് തന്നെ അത് വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ചെയ്യുക പോസിബിൾ അല്ല. ഇതിൻ്റെ റാക്ക് ഈ ബാറ്ററി പാക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് കമ്പനി തരുന്ന ഒരു റാക്കാണ്. ഇപ്പോൾ പഴയ പോലെ ഒരുപാട് പേപ്പർ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇൻവെർട്ടറിൻ്റെ കൂടെ വരുന്നില്ല. നമുക്ക് ഈ QR കോഡുകൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്യാം. വൈഫൈ എങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ളതും നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് അതിൽ നിന്ന് വീഡിയോ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വാറണ്ടി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ള QR കോഡുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി പാക്കിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 125 ആംപിയറിൻ്റെ ഒരു DC MCB കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ബാറ്ററി പാക്കിൻ്റെ സിസ്റ്റം. ഈ 2 പാക്കുകൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് 120 വോൾട്ട് കിട്ടാനായിട്ട്. 100 Ah ആണ് കപ്പാസിറ്റി വരുന്നത്. നിലവിൽ നമുക്ക് 50 ആംപിയറാണ് മാക്സിമം ഡിസ്ചാർജ് കറണ്ട് ഇതിൽ നിന്ന് പറ്റുന്നത്. 25 ആംപിയർ ചാർജിങ് ആംസ് കാണിക്കുന്നുണ്ട്. ഈ സിസ്റ്റത്തിൽ ഇപ്പോൾ പുതിയ വരുന്ന മോഡലുകൾ നമുക്ക് വൈഫൈ സംവിധാനം ഇനേബിൾഡ് ആണ്. നമുക്ക് വീട്ടിൽ വൈഫൈ മോഡോ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്ത് മൊബൈലിലെ ഡേറ്റാസ് അറിയാവുന്നതാണ്. ഈ ഡിസ്പ്ലേ കിട്ടുന്ന ഡേറ്റാസ് എല്ലാം തന്നെ നമുക്ക് മൊബൈലിൽ അറിയാം. ഇൻവെർട്ടറിലെ ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ PCU ഹൈബ്രിഡ് സ്മാർട്ട് മോഡുകൾ അവൈലബിൾ ആണ്. നമ്മളെപ്പോഴും UTLൻ്റെ 3 kV മുതലുള്ള സിസ്റ്റങ്ങൾ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന ഒരു സംവിധാനമാണ്. നമുക്ക് സോളാർ പാനൽ, അതുപോലെ തന്നെ ബാറ്ററി, അതുപോലെ തന്നെ ഔട്ട്പുട്ട്, ഇതിന് സെപ്പറേറ്റ് MCBകളുണ്ട്. വളരെ സേഫ് ആയിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ ഡേറ്റാ ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന പാനൽ കപ്പാസിറ്റി, ബാറ്ററി വോൾട്ട്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 450 വോൾട്ട് വരെയാണ് പാനൽ വോൾട്ടേജ് സപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ വീഡിയോ ആവശ്യക്കാരിലേക്ക്, അതായത് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.